ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു കുറച്ച് വിവരങ്ങൾ കിട്ടിയത് ഷെയർ ചെയ്യാന്ന് വെച്ച് വന്നതാണ്. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്താണ്. ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൊളാബ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്തിരുന്നതാണ് പണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇത് പെയ്ഡ് കൊളാബ് ആണെന്ന് മാത്രം. ഇപ്പം കൊളാബ് ഡീൽ ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഐ മീൻ ഈ ഷൂട്ടുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ടീംസാണ്. ഡിജിറ്റൽ മാർക്കറ്റ് ടീംസാണ് ഇപ്പോൾ കൊളാബുകൾ ഷൂട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും ഞാൻ പറയുന്നില്ല. കുറച്ച് പേര്, കുറച്ചല്ല, എനിക്ക് തോന്നുന്നൊരു 60% ടീംസും ഇങ്ങനെയാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവര് കോസ്റ്റ്യൂം ഡിസൈനേഴ്സിന്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ കോസ്റ്റ്യൂം ബൊട്ടിക്സിന്റെ അടുത്തുനിന്നും മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്തുനിന്നും അതേപോലെ തന്നെ നമ്മുടെ ഓർണമെന്റ്സിന്റെ അടുത്തുനിന്നും ഇവർ പേയ്മെന്റ് വാങ്ങിക്കുന്നുണ്ട്. 30,000 മുതൽ അറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു 50-60 വാങ്ങിക്കുന്ന ടീംസ് ഉണ്ട്. അവർക്ക് അവരുടെ പാക്കേജസ് കുറച്ച് എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ നോക്കിയിട്ടാണ് പറയണേ. അപ്പോൾ ഈ പാക്കേജിൽ പറയുന്നവർ ഇത്ര പോസ്റ്റ്, ഇത്ര ഫോട്ടോസ്, ഇത്ര ഇത് നിങ്ങളുടെ പേജിലുണ്ടാവും, ഇത്ര ഷൂട്ട് നിങ്ങൾക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞാണ് ചെയ്യണത്. ഇത്ര ഷൂട്ട് നിങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിന് പേയ്മെന്റ് കിട്ടുന്നില്ല? അപ്പോൾ ശരിക്കും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇവർ ഈ 5-6 ലക്ഷം രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇവർക്ക് വർക്കും ചെയ്ത് കൊടുക്കും. എന്നിട്ട് EMI അടിക്കാൻ പൈസയില്ലേ? മന്ദണ്ടായി അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റലേഴ്സും പിന്നെ മക്കളെ ക്യാമറയുടെ ഷട്ടർ വീണു സോണി. ശരി, ക്യാമറയുടെ ഷട്ടർ വീണ് നിങ്ങൾ സോണിയുടെ സർവീസ് സെന്ററിൽ പോയിട്ട് പറയാണ്, ഞാൻ കൊളാബ് ചെയ്യണതിൻ്റെ ഇടയിലാണ് ഷട്ടർ പൊട്ടിയത്, അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് മാറി തരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയുമോ മക്കള് പൊക്കോ ഞങ്ങൾ മാറി തരാന്ന് പറയില്ല? ഒരു ക്യാമറയുടെ അല്ലെങ്കിൽ ഒരു ലെൻസിന്റെ ക്യാപ്പ് വാങ്ങിക്കാനുള്ള പൈസ അവന്മാർ തരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടൊരു കാര്യം അങ്ങോട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഷൂട്ട് വിളിച്ച് പറയുമ്പോൾ പറയാം, ബ്രോ ഞാൻ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യാം, കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭംഗിയായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരാം. പക്ഷെ എൻ്റെ പേജിന് ഇത്ര ഒരു റീച്ച് നിങ്ങൾ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സംഭവം അല്ലെങ്കിൽ ഇത്രയും പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണതിൽ അർത്ഥം ഉണ്ടെന്ന് വയ്ക്കാം. ഇതല്ലാതെ നിങ്ങൾ ഈ സാധനം ഫ്രീ ആയിട്ട് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ 10,000-20,000 ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇവർ ഈ സാധനം ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അവർ കാശ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പൊട്ടന്മാരാവണോ അതോ ഫോട്ടോഗ്രാഫേഴ്സ് ആവണോ എന്നുള്ളത്. ഇതിൽ അഭിപ്രായങ്ങൾ പലതരത്തിലുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് പറയാം, ബാക്കിയുള്ളത് നമുക്ക് അറിയാലോ.